ഗൈസ് അപ്പം ഞങ്ങൾ ഇന്ന് ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യ കളിക്കാൻ പോവാണ്. മാപ്പ് സിർബോൺ ടു ബണ്ടങ്കാണ്. അത് രണ്ടാമത്തെ മാപ്പ് ഇത് പള്ളിമണ്ണൻ. നമ്മളൊരു സിമ്പിളായിട്ട് ചെയ്തു വിടുന്നതാ. നമ്മളപ്പം ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ വണ്ടിയൊക്കെ ഓണാക്കിയിട്ടുണ്ട്. ഗൈസ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് ഗ്രേവ്യാർഡാണ്. ആദ്യം നേരെ പോകണം. ഗുണാക്കേവ് റൈറ്റ് എടുക്കണ്ട, നമ്മൾ പോകേണ്ടത് ലെഫ്റ്റാണ്. ഗുണാക്കേവിൻ്റെ വീഡിയോ ഞാൻ നാളെ തന്നെ ഇടുന്നതായിരിക്കും. നമ്മളിങ്ങനെ ഇത് റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് ഒന്നും നോക്കത്തില്ല, എല്ലാവരും ഇടിച്ചിട്ടിട്ടൊക്കെ നമ്മൾ നമ്മളപ്പം സെർബോണിലാണ്. അതിന് നേരെ ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യ ഫാൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മൾ ഈ കാണുന്ന ഡാമുണ്ട്, അതൊക്കെ തീർന്നു പോകണം. ഇപ്പം നേരെ പോകുമ്പോൾ ഈ കാണുന്ന മാപ്പ് ഇപ്പം തീരും. സകത്തിലെ ലുക്കുണ്ട്. മേലെ ഒരു സംഭവം ഇട്ടിട്ടുണ്ട്, എന്തോ ഷാള് പോലത്തെ സംഭവം, അത് കാണിക്കാൻ പറ്റില്ല. കാരണം ഗ്രേവ്യാർഡ് എത്തിയിട്ട് വണ്ടി ഇറങ്ങിയിട്ട് വേണം കാണിക്കാൻ. നെക്സ്റ്റ് മാപ്പിലേക്ക് നമ്മൾ പോവാണ്. നിങ്ങളുടെ കുട്ടികൾക്ക് ആദാമിനോടും ഹവ്വായോടും കൂടെ പൂന്തോട്ടത്തിലൂടെ നടക്കാൻ കഴിഞ്ഞാലോ, അല്ലെങ്കിൽ യേശു ജനിച്ച രാത്രി ബേത്ലഹേമിലേക്കുള്ള യാത്രയാണെങ്കിലോ കുട്ടികൾക്കുള്ള ബൈബിൾ ആപ്പ് സന്ദർശിക്കും. ഒരു ആനിമേറ്റഡ് ഫുള്ളും ഇതാ ഗൈസ്. ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യ നല്ല ഗെയിമല്ലേ, ഫേമസ്, നല്ല എല്ലാവർക്കും ഇഷ്ടമുള്ള ഗെയിമാണ് ഗൈസ്. ഞാനാ ഗൈസ് ഫസ്റ്റ് ഗ്രേവ്യാർഡ് പിടിച്ചിട്ടുണ്ട്. വണ്ടിക്ക് ഇതില്ല ഗൈസ്, ഹെൽത്തില്ല, റിപ്പയർ ചെയ്യണം, പോയിട്ട് റിപ്പയർ ചെയ്യണം ഗൈസ്. നേരെ പോയിട്ട് ഒരു വർക്ക്ഷോപ്പിൽ പോയി റിപ്പയർ ചെയ്യേണ്ടി വരുമ്പോൾ വണ്ടിക്ക് ഒട്ടുമില്ല സ്പീഡ് ഇല്ലാത്തൊരു പൊട്ട വണ്ടി റിപ്പയർ ചെയ്യുമ്പോൾ കണ്ടോടെ ചടപടയെന്ന് സ്പീഡിൽ പോകും. വർക്ക്ഷോപ്പ് പെട്ടെന്ന് എത്തിയാൽ മതിയാണ്. നമ്മളിപ്പം ഈ കയറ്റൊക്കെ കയറി പോകണം. കയറ്റുള്ള കേസ് മൊത്തം ഇത് പാലം എങ്ങനെ കയറി പോകണം ഗൈസ്. ആ മാപ്പിൽ ഞാൻ ഈ തൊട്ട് കാണിക്കുന്ന മാപ്പിൽ ഒരു ഇതുണ്ടല്ലോ ഗൈസ്, ഒരു വർക്ക്ഷോപ്പ്, അതാണ് എൻ്റെ കൂട്ടുകാരൻ്റെ വർക്ക്ഷോപ്പ് ഗൈസ്. ഇവിടെ നിന്ന് വേണ്ടി ചെറുതായിട്ടൊന്ന് എടുത്ത് വളക്കണം, ഇവിടുന്ന് വളക്കേണ്ടി വരും ഗൈസ്. യൂട്ടേൺ എടുക്കുക. പിന്നെ ആഡ് വരുവേ, റിപ്പയർ ഇത്രയും രൂപയുണ്ടോ? പക്ഷെ ഞാൻ എൻ്റെ വണ്ടി ഫുള്ള് റിപ്പയർ ചെയ്യും കണ്ടോ. ഇപ്പം പൊട്ട ലുക്കായിരിക്കും, പക്ഷെ വരുമ്പോൾ നോക്കിയ മോനെ അടി. ഇതെന്തോടെ നല്ല ലുക്കായല്ലോ. അതായത് സിനിമ അവിടെ ചെറ പറയാൻ പറക്കാൻ പോകുന്നു.
ജീറ്റാർ പോലെ കറക്കാൻ പോകുന്ന വണ്ടി. ജീറ്റാറല്ല, അയ്യോ എപ്പോൾ കയറി തന്നെ ഒരുത്തം വന്ന് കയറണം. ഫുള്ളായിട്ട് പോയി. ഇപ്പോഴേ 91 ആയി. ഒന്ന് പോയി ഒരു വണ്ടി പോലും ഓട്ടാം. ഈ നാട്ടിലുള്ള പാളിമാണ് റൂട്ട്. ഇപ്പുറത്താ ഗൈസ്, ഇപ്പുറത്ത് ഗുണാക്കേവ് തിരിക്കേണ്ടത് ഗുണാക്കേവ് തിരിക്കേണ്ടത് എന്താ റൈറ്റാണ്. ഗൈസ് ആ മാപ്പിൽ കാണിക്കുന്ന റൈറ്റാണ്, പക്ഷെ നമ്മൾ ലെഫ്റ്റാണ് പോകുന്നത്. ലെഫ്റ്റിൽ കൂടെ മറ്റേ സൈഡല്ല പോകുന്നത്, ഇതിലേ കൂടെ ആക്കണ്ട. ഇതിലേ കൂടെ പോയി കുറച്ച് നേരം എടുക്കത്തുള്ളൂ ഗൈസ്. അപ്പുറത്തെത്താൻ ചെറുതായിട്ട് ഇട്ടിച്ച് ഗൈസ്. ഇപ്പോഴേ രാത്രിയാവും. രാത്രി ഞാൻ അന്ന് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കൂടെ വന്നായിരുന്നു. ഇപ്പുറത്തിരുന്ന വളത്തുണ്ട്, ഇപ്പുറത്തിരുന്നാണ് വളത്തുണ്ട്. അല്ല ഗൈസ്, അല്ല ഗൈസ്, ഇതൊക്കെ കടക്കണം. ഇതൊക്കെ കടന്ന് ഫുള്ളായിട്ട് പോകണം ഗൈസ്. കറക്റ്റ് ഈ ഒരു സൈഡിലാണ്. അതെ ഇവിടെ തിരിക്കാൻ കുറച്ച് കഷ്ടപ്പെടുക. ബസ്സിന് കുറച്ച് മാസം ഇറക്കാം ഗൈസ്. അപ്പോൾ അതേ ഗൈസ് ഗ്രേവിയാണ്. ഞാൻ കുറച്ചും കൂടെ അവിടെ പോയി നിർത്തട്ടെ ഗൈസ്. ഗ്രേവിയാർഡ് ഗൈസ് ശരിക്കുള്ള മാപ്പാണ്. ഞാൻ കയറാം. ഗൈസ് ശരിക്കുള്ള ഗ്രേവിയാർഡ്. അയ്യോ ഗൈസ് അപ്പുറത്തെ സൈഡ് എനിക്ക് പേടിയാവും അല്ലേ ഗൈസ്. നിങ്ങളിനി വരുന്നുണ്ടെങ്കിൽ സെറ്റാ ഗൈസ് ഉള്ള ഗ്രേവിയാർഡ്. അപ്പോൾ ഗൈസ് ഓക്കെ ബൈ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.